ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകൾ ഡിജിറ്റലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണോ അല്ലയോ? പലപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ പേപ്പറിലൊക്കെ പോയാൽ പോരെ. ആക്ച്വലി എല്ലാ ഇൻഡസ്ട്രികളിലും ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കണക്കല്ല ഹെൽത്ത് കെയറിൽ. ഹെൽത്ത് കെയർ ഡിജിറ്റലൈസേഷന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ ഒരു ഡിജിറ്റലൈസേഷൻ അല്ല. അതുകൊണ്ട് ഇതെങ്ങനെ പോയാൽ മതിയോ പോരോ എന്ന ചോദ്യം പോലും അവിടെ ഇല്ല. ഗവൺമെൻറ്റിന് കൃത്യമായ പോളിസികളുണ്ട്. हेल्थ सेक्टर में आधुनिक टेक्नोलॉजी का भी पहली बार इतने बड़े स्केल पर समावेश किया जा रहा है. आयुष्मान भारत डिजिटल हेल्थ मिशन से सुनिश्चित कर रहे हैं कि हर मरीज को क्वालिटी स्वास्थ्य सुविधाएं मिले, समय पर मिले, कम से कम परेशानी हो. टेलीमेडिसिन, टेली कंसल्टेशन की सुविधाओं के कारण आज दूर सुदूर गांव का व्यक्ति भी शहरों के डॉक्टरों से शुरुआती परामर्श ले पा रहा है. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന് നമുക്ക് ABDM എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സംവിധാനം കുറച്ചു കാലമായി നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ടാവും. സോ ഗവൺമെൻറ് കൃത്യമായും മെഡിക്കൽ റെക്കോർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ഹാൻഡ് ഷേക്ക് ചെയ്യണമെന്ന് ഡിസൈഡഡ് ആണ്. അതിനൊരു സെൻട്രൽ സെർവറിലേക്ക് വളരെ സെക്യൂറായിട്ട് നമ്മുടെ പേഷ്യൻസിൻ്റെ, ഡോക്ടേഴ്സിൻ്റെ, ഹോസ്പിറ്റൽസിൻ്റെ രജിസ്ട്രേഷൻസ് സേവ് ചെയ്യുന്നുണ്ട്. അതൊരു പേഷ്യൻറ്റിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടോ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഒരു പേഷ്യൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഒരു ആഭ ID അവൈലബിൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിനും ഒക്കെ ഇതുപോലെ ID ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലോങ് റണ്ണിൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ്. 20 yearsആയിട്ട് ഗ്രേപ്സ് ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടിരിക്കുന്നത്, IDMR ടെക്നോളജി. സോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വരവിന് വേണ്ടി ഒരുങ്ങിയ നമ്മുടെ ഗ്രേപ്സിൻ്റെ ഹോസ്പിറ്റൽസ് ധാരാളമുണ്ട്. അവർക്ക് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം ABDM വളരെ ആക്റ്റീവായിട്ട് ഒരു കൺസേണായിട്ട് നമ്മുടെ എല്ലാം മുമ്പിലിരിക്കുമ്പോൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടാതെ നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് മുമ്പോട്ട് പോവുക പ്രയാസമാണ്. അതിനി നമ്മൾ എന്ത് ഓമന പേരിട്ട് പേപ്പർ വർക്കിനെ വിളിച്ചാലും പേപ്പറിലുള്ള ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ ഒരു ലീഗൽ കാര്യങ്ങൾക്കും അക്സെപ്റ്റഡ് അല്ലാതായി വരികയാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഡിജിറ്റലൈസേഷൻ ഇൻ ഹെൽത്ത് സെക്ടർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് സെക്ടറിൽ വളരെയധികം ആക്യുറസി, ട്രാൻസ്പെറൻസി, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്പീഡ് വേണ്ടുന്ന സ്ഥലമാണ്. അതിന് ഡിജിറ്റലൈസേഷൻ ആണ് വേണ്ടുന്നത്. പല നമ്മുടെ ഹോസ്പിറ്റലുകളും ഇതിനകം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എല്ലാം ഡിജിറ്റലൈസേഷന് ഭാഗമായി എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നതല്ല ഒരു ഹോസ്പിറ്റൽ ഡിജിറ്റലൈസ് ആകുന്നതിനുള്ള പ്രാഥമികമായ യോഗ്യത. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഡിജിറ്റലൈസേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ഓൺ ചെയ്യപ്പെട്ട കുറച്ച് ക്ലിനിക്കൽ നോട്ട്സ് സെറ്റ് ചെയ്യുന്നതല്ല ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞത്. ആ ഡിജിറ്റൽ മിഷനിൽ പ്യുവർലി ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ഹെൽത്ത് റെക്കോർഡ്സ് വർഷങ്ങളായിട്ട് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഗ്രേപ്സ് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഡിജിറ്റലൈസേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ബില്ലിംഗ് ഈസി ആകുന്നത്. കാരണം നമ്മൾ ബിൽ ഫോക്കസ്ഡ് അല്ല, ബില്ലിംഗ് ഓട്ടോമേറ്റഡാണ്, 100% ഓട്ടോമേറ്റഡാണ്. അതുകൊണ്ട് തന്നെ അധികം എഫർട്ട് ഇല്ലാതെ തന്നെ പേഷ്യൻസിൻ്റെ ബില്ലുകൾ നമ്മുടെ കൗണ്ടറുകളിൽ ലഭിക്കും. അല്ലെങ്കിൽ പേഷ്യൻസിന് സ്വന്തമായി ബില്ല് സേവ് ചെയ്ത് പേ ചെയ്യാൻ പറ്റും. അത്രയും സുതാര്യമാണ്. ഹോസ്പിറ്റലിനുള്ള ട്രസ്റ്റ് കൂടുന്നതിന് സുതാര്യത ആവശ്യമാണ്. ഡിജിറ്റലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹോസ്പിറ്റലുകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ ഗ്രേപ്സ് IDMR കൂടെയുണ്ട്.